വർത്തമാനകാലത്ത് ഇത്തരം പെൺകുട്ടികളെങ്കിലും നമ്മുടെ കലോത്സവ വേദികളിൽ നിന്ന് കണ്ട നല്ല ഒരു പ്രതികരണമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക എന്താണ് കഥ. കാരണം ഇതൊക്കെ നമ്മൾ കാണണം അല്ലേ. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അതുകൂടെ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ. സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഒരു പെട്രോൾ പമ്പിന്റെ NOC സംബന്ധിച്ച കാര്യത്തിനായി ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിക്കുകയുണ്ടായി. അപ്പോഴെല്ലാം ലാൻഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇന്നലെ ഞാൻ അപേക്ഷകനെ കണ്ടപ്പോൾ പറഞ്ഞത് NOC ശരിയാക്കി കിട്ടിയെന്ന്. അതെങ്ങനെ ശരിയാക്കി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം, വെറും 2 ദിവസം മാത്രം മതി തെളിവുകൾ സഹിതം പുറത്തു വരാൻ. സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പുതിയ ജില്ലയിലെങ്കിലും താങ്കൾ ജോലിക്ക് കയറുമ്പോൾ ഇതുപോലെയാകരുത്. ഞാൻ എന്തിനി ജീവിക്കണം? 1 രൂപ പോലും ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എന്നിട്ടും എന്തിനെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ ഇതവർ പുറം ലോകത്തെ അറിയിച്ചാൽ ആദർശവാനായ ഞാൻ ഒരു കൈക്കൂലിക്കാരനാണെന്ന് എന്റെ കുടുംബം, എന്റെ നാട്ടുകാർ എല്ലാവരും വിധി എഴുതും. ഇല്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങുന്നില്ല. എന്റെ ജീവിതം ഈ ഔദ്യോഗിക വസതിയിൽ തീരട്ടെ. പ്രിയപ്പെട്ടവളെ, മക്കളെ,